നമസ്കാരം. ഇന്നും ചില വ്യത്യസ്ത സംശയങ്ങളുമായിട്ട് വൈഫ് കൂടെയുണ്ട്. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ, ഇപ്പൊ ഒരു രോഗം തന്നെ എടുത്താലും വരുമ്പോൾ രണ്ടുപേർക്കും ഒരേ രോഗമായിരിക്കും. വിചാരിക്കാം. പക്ഷെ ഇവര് ഒരാള് നല്ല ഭക്തനായിരിക്കും, പ്രാർത്ഥിക്കും, പല ഇടങ്ങളിൽ അമ്പലങ്ങളിൽ എല്ലായിടത്തും പോകും, പക്ഷെ ആ രോഗം മാറുന്നില്ല. പക്ഷെ വേറെ ഒരാള് ഒന്നുമില്ലാതെ തന്നെ ഒരു ട്രീറ്റ്മെന്റിലൂടെ പെട്ടെന്ന് മാറിക്കിട്ടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എടുത്തിട്ടും ദൈവം ഇവരോട് കരുണ കാണിക്കുന്നില്ല, പക്ഷെ ആ വ്യക്തിക്ക് പെട്ടെന്ന് മാറിയല്ലോ. ട്രീറ്റ്മെന്റ് സയൻസിനെ ആശ്രയിക്കുന്ന ആള് ഭക്തനല്ലേ? ഇല്ല, ഭക്തനല്ല, ഒരു നിരീശ്വരവായിരുന്നു. ഇത് ഈ രോഗങ്ങളും വിഷയങ്ങളും വരുന്നതിന്റെ മെയിൻ കാരണം ഈ ഓരോരുത്തരുടെ കർമ്മം, ദോഷകരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ രോഗം വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം, ചിലപ്പോൾ ഈ മാതാപിതാക്കൾ വഴി വന്ന കർമ്മത്തിന്റെ ഫലം ആയിട്ട് മക്കൾ അനുഭവിക്കുന്നതായിരിക്കാം. ഇതൊക്കെ പാരമ്പര്യമായിട്ട് വരും. അപ്പൊ ഇത് ഈ ആത്മ വളർച്ച വന്ന ഒരാൾക്ക് ഈ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വരുന്ന നെഗറ്റീവ് ശക്തികളുണ്ട്. അത് ഇത്തിരി പവറുള്ളതായിരിക്കും, വലിയ ഡയമെൻഷനിൽ നിന്നല്ല വലിയ തലത്തിലുള്ള നെഗറ്റീവ് ശക്തികളായിരിക്കും. ചിലപ്പോൾ ഒരു ആത്മ വളർച്ച ഉള്ള ഒരാൾക്ക് ഒരു രോഗം ഉണ്ടാക്കുന്നു. രോഗം ഒന്നായിരിക്കും, ഒരേ രോഗമായിരിക്കും. പക്ഷെ ഇതേ രോഗം ഒരു നിരീശ്വരവാദിക്ക് ഇതേ രോഗം അവന്റെ കർമ്മഫലമായിട്ട് ഉണ്ടാക്കുന്നത് ചെറിയ ഡയമെൻഷനുള്ള ചെറിയ ശക്തികളായിരിക്കും. അപ്പൊ അവന്റെ കർമ്മം കുറച്ചേ തെറ്റി കാണുള്ളൂ. പക്ഷെ അതിന്റെ ഫലമായിട്ട് വരുന്നതും ഇതേ രോഗമായിരിക്കും. നമ്മൾ നോക്കുമ്പം അവനും ഇതേ രോഗം, ഇവനും ഇതേ രോഗം. പക്ഷെ അവന് മറ്റേ ഭക്തന് രോഗം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തലത്തിലുള്ള നെഗറ്റീവ് ശക്തികളാണ്. ഒരു നിരീശ്വരവാദിക്ക് ഇതേ രോഗം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഏതോ ശക്തികളാണ്. പക്ഷെ രോഗം പോലെ അവർ ഉണ്ടാക്കാൻ പറ്റും. അത് മനുഷ്യ ശരീരത്തിനെ സ്വാധീനിച്ചിട്ടാണല്ലോ രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ നിരീശ്വരവാദി കുറച്ച് കാശും കളഞ്ഞ്, ഭക്തനല്ല, പണവും കളഞ്ഞ് ടെൻഷനും അടിച്ച് കരഞ്ഞു വിളിച്ച് നടക്കുമ്പോ തന്നെ അവന്റെ കർമ്മഫലം അവിടെ ചിലപ്പോൾ തീരും. അപ്പൊ ആ നെഗറ്റീവ് ശക്തി അവന് കിട്ടങ്ങ് മാറും. ആ പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട. കർമ്മഫലം 3 രീതിയിൽ അനുഭവിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുകിൽ സാമ്പത്തികം നഷ്ടപ്പെടുത്തി ഫലം അനുഭവിക്കാം, ഇല്ലെങ്കിൽ മാനസിക ടെൻഷൻ, ഇല്ലെങ്കിൽ ശാരീരികമായ പീഡനം, വേദന. അപ്പൊ ഇതിലിപ്പോ അവന് ശാരീരികമായ പീഡനം ഇല്ല, ഇല്ലെങ്കിൽ അവന്റെ ബന്ധുവാണ്, ഇപ്പൊ അവനാണ് രോഗമെങ്കിൽ ഈ രോഗത്താലുള്ള ശാരീരിക പീഡനം അവൻ അനുഭവിക്കുന്നുണ്ട്, കാശും പോണുണ്ട്. അപ്പൊ അവിടെ ഭക്തിയുടെ ആവശ്യം വരുന്നില്ല. ദൈവത്തെ വിളിക്കാതെ തന്നെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച് തീരെയല്ലേ. അപ്പം നെഗറ്റീവ് അവനെ വിട്ടു മാറാനുള്ള സമയമാകുമ്പോൾ വിട്ടു മാറിക്കോളും. മറ്റേ ഭക്തന് വലിയ ഡയമെൻഷനിൽ നിൽക്കുകയും ആ വലിയ ഡയമെൻഷനുള്ള നെഗറ്റീവാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ സാധാ പ്രാർത്ഥനയല്ലോ, ചെറിയ ചെറിയ ബാലൻസിങ്, കർമ്മഫലത്തെ ബാലൻസ് ചെയ്യാനുള്ള ചെറിയ പരിപാടിയിലോ അത് വിട്ടുപോകില്ല. അപ്പൊ അവൻ അതിനും വലിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തികളിൽ തന്നെ ഹൈ ലെവലിൽ പിടിക്കണം. അതിനാണ് ഞാൻ സൃഷ്ടാവ ദൈവമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണമേ. അപ്പൊ ആ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാക്കിയാൽ ആ ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെറിയ ഏത് ഡയമെൻഷനാണെങ്കിലും അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ സൃഷ്ടാവ ദൈവത്തോട് ഏറ്റവും ഹൈലങ്ങ് പിടിക്കുക, അതിന് വേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള എത്ര വലിയ ഡയമെൻഷനുള്ള നെഗറ്റീവ് ആണെങ്കിലും വിട്ടുമാറിപ്പോകും. ഇല്ലെങ്കിൽ അത്രയും വലിയ കർമ്മത്തിന്റെ ഫലമായിട്ട് പ്രായച്ചിത്തങ്ങൾ അത്രയും വലുതാവും ചെയ്യേണ്ടി വരും, ഒരുപാട് കാശ് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ഭക്തന് ചിലപ്പോ ഈ ഒരു വിഷയം മാറാത്തതും ഒരു നിരീശ്വരവാദിക്ക് ചിലപ്പോ ഇതേ വിഷയം പെട്ടെന്ന് മാറുന്നതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഈ ഭക്തൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ ഇവൻ ഓരോ അമ്പലങ്ങളിലും അവിടെ ഇവിടെ എല്ലായിടത്തും പോയി അത്രയ്ക്കും ത്യാഗം ചെയ്യുകയല്ലേ, കഷ്ടപ്പെടുകയില്ലേ. പക്ഷെ അത് അവനെ നിൽക്കുന്ന നെഗറ്റീവിന്റെ അത് വെച്ചിട്ട് ഇത് പോരാ. കാരണം ഒരു ഭക്തൻ അല്ലെങ്കിൽ അത്ര കണ്ട് ദൈവവിശ്വാസിയായ എഴുത്തിന് ഒരു നെഗറ്റീവ്, വലിയൊരു നെഗറ്റീവ് സാധനം, ഒരു എനർജി അവന് തടസ്സം നിൽക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലും ഇവൻ ഒരു ഭക്തിയിൽ നിന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അന്ന് ആ ദൈവഭക്തി നിൽക്കുന്നവൻ എന്തോ വലിയ തെറ്റ് ചെയ്തതിന്റെ പുറത്താണ് ഈ ജന്മത്തിൽ ഇത്രയും വലിയ നെഗറ്റീവ്സ് അവനെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ വലുതാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച അറിവ് വെച്ചിട്ടായിരിക്കും ഈ ജന്മത്തിൽ അങ്ങോട്ട് ഓടിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഒരു കണക്കിന് ഇവൻ അതിനെക്കാട്ടി മുകളിലോട്ട് കയറാനുള്ള ഒരു നിമിത്തവും കൂടെ ആയിട്ട് ഇതിനെ കണക്കാക്കണം. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇത് തികയാതെ വരും. ഇത് എത്ര കടന്ന് ഓടിയിട്ടും ശരിയാകുന്നില്ല. അപ്പൊ ഇവൻ അതിനപ്പുറത്തോട്ടൊരു ദൈവം ഇല്ലേ എന്ന് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെ നിമിത്തങ്ങളിലൂടെ വലിയ തലത്തിലേക്ക് അവൻ എത്തിക്കുമ്പോൾ കഴിഞ്ഞ തലത്തിൽ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികളാണ്. അപ്പൊ ആ നെഗറ്റീവ് ശക്തികൾ നോക്കിയപ്പോൾ ഇവൻ വലിയ തലത്തിലോട്ട് പിടിവീഴുന്നു. അപ്പൊ അവർ താനെ വിട്ടങ്ങ് മാറിപ്പോകും.
ഇതാണ് അവിടെ വേണ്ടത്, അതാണ് നടക്കുന്നത്. അങ്ങനെ പോവാത്തതുകൊണ്ടാണ് ഇത് ഞാൻ തുടർന്നുകൊണ്ട് നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് എന്റെ മെസ്സേജിലൂടെ നിങ്ങൾ വലുതിലേക്ക് പിടിക്കുന്ന പറഞ്ഞതിന്റെ കാരണമേ, ഇത്തിരി വലിയ ശക്തികളാണ് നിങ്ങളുടെ പറയാ ഉണ്ടെങ്കിൽ ഏറ്റവും വലുതിലോട്ട് പിടിച്ചാൽ ഇത് വിട്ടുമാറി വെക്കോളും. മനസ്സിലായോ? അപ്പൊ ഈ സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിലോട്ട് വരുമ്പോ ഇതെല്ലാം വിട്ടുപോകുന്നല്ലേ പറഞ്ഞു. ഇത്രയും ചെയ്താൽ മതിയോ? അത് ചെയ്യാനല്ലേ പാട്. ആ സൃഷ്ടാവായ ദൈവത്തോട് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം വരണമെങ്കിൽ ഈ വ്യക്തി അത്രയും പോസിറ്റീവ് ആകണം. വെറുതെ കാര്യം മനസ്സിലാക്കി ദൈവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ദൈവത്തിലോട്ട് എത്തണമെങ്കിൽ കുറെ ക്വാളിറ്റീസ് വരണം. ഈ ക്വാളിറ്റി ഇപ്പൊ ഒരു മാനദണ്ഡങ്ങൾ വേണം. ഇപ്പൊ ഒരു വലിയൊരു ഉദ്യോഗസ്ഥയെ ഒരു ജോലിയെ കുറിച്ച് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഒരു ഡോക്ടർ ആണ് വലിയൊരു ജോലി എന്ന് അവന്റെ മനസ്സിൽ വന്നാൽ ഈ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് കുറെ പരീക്ഷകളും കാര്യങ്ങളും പാസ്സായി വരണം. അല്ലാതെ ഈ ഒരു അറിവ് കിട്ടി ഡോക്ടർ ആയാൽ ഇങ്ങനെയാണ്, നല്ലതാണ്, ഗുണമാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഡോക്ടർ ആവാൻ പറ്റുമോ? അതിനുള്ള ചില ഘട്ടങ്ങളുണ്ട്. സൃഷ്ടാവ ദൈവമായിട്ട് അടുക്കാൻ വേണ്ട ചില ഘട്ടങ്ങളിൽ ഒന്നാണ് ചെറിയ ചെറിയ ശക്തികളുടെ പിറകെ പിന്നെ പോകരുത്. അതിനെ നമ്മൾ ആശ്രയിക്കരുത്. ആശ്രയം എപ്പോഴും സൃഷ്ടാവ ദൈവത്തിലോട്ടായിരിക്കണം, മനസ്സാണ്. എന്നാൽ നമ്മളെ കുടുംബക്കാർ അവരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം മാറി എനിക്ക് സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം വന്നു, ഇനി എനിക്ക് അതേ മതി എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് അവരെ കൂട്ടത്തിൽ പോയാലും മനസ്സുകൊണ്ട് ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ആ മെയിൻ ദൈവം മതി എന്നുള്ള മനസ്സ് ആദ്യം വേണം. അപ്പൊ അവന്റെ ഉള്ളിൽ ഈ ചെറുതൊന്നും പിന്നെ അവൻ ചിന്തിക്കുകയും ചെയ്യില്ല. ഇനി അഥവാ ഇവര് സഹായിച്ചില്ലെങ്കിലോ ഇനി ഇവരെയും കൂടെ വേണം ഇടയിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം, ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇവരും കൂടി ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ നമ്മളെ മനസ്സ് ആ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്തൂല. അവിടെ ബ്ലോക്ക് വന്നതായി എത്തിയാലേ ഈ കാര്യം നടക്കുള്ളൂ. ഇനി അതൊന്ന് രണ്ട് സൃഷ്ടാവ ദൈവത്തിലുള്ള ഒരാൾ എത്തണമെങ്കിൽ ഈ ദൈവം തന്നെ പല ഗുരുക്കന്മാരിലൂടെ ഒരു പ്രകൃതിയിൽ ഭൂമി മനുഷ്യനിൽ ജീവിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെയായിരിക്കണം, അങ്ങനെ എല്ലാ മതത്തിലും പറയിക്കുന്ന ഒരേ കാര്യങ്ങളാണ്. ഇത് ഞാൻ ആദ്യം പാലിക്കാൻ തയ്യാറാണ്. എനിക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് പറ്റൂല, അത് മറ്റവര് എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഉരുണ്ട് കളിക്കാതെ നമ്മൾ ആ നിയമം പാലിക്കും. എനിക്കത് പാലിച്ചേ പറ്റൂ. ചിലപ്പം പലരും നമ്മളെ കളിയാക്കും, ഒറ്റപ്പെടുത്തും. ഇതൊന്നും മൈൻഡേ ചെയ്യരുത്. എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് ഈ വ്യവസ്ഥയിൽ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുമ്പോഴാണ് അവൻ ആ ദൈവമായിട്ട് ബന്ധം വന്നത്. അപ്പൊ അവന്റെ പേഴ്സണൽ കാര്യത്തിൽ അവന് പല വ്യത്യാസങ്ങളും അനുഭവങ്ങളും വന്നുകൊണ്ട് രോഗം ഉണ്ടെങ്കിൽ അത് മാറും, ധനനഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ആവും, സാമ്പത്തിക ക്ലിയർ, ഇതൊക്കെ അവൻ അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുകയും ഇങ്ങനെ ഒരു അഴുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ വിടുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രശ്നങ്ങൾ വിഷയങ്ങൾ മാറാൻ പറ്റിയൊരു പാടാണ്. അപ്പൊ ഇതൊക്കെ നോക്കിയാലേ ആ ദൈവമായിട്ട് ബന്ധം കിട്ടുള്ളൂ. അല്ലെ ഈ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു എന്നും പറഞ്ഞ വിഷയങ്ങൾ സോൾവ് ആവൂല. എല്ലാവരുടെ വിചാരം അതാണ്. സൃഷ്ടാവ ദൈവത്തെ അറിഞ്ഞു, രാവിലെ വൈകുന്നേരം അങ്ങ് ആ ദൈവമേ ദൈവമേന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനെ മാറ്റി അങ്ങോട്ടങ്ങ് പറയാൻ തുടങ്ങി. പക്ഷെ അവന്റെ മൈൻഡിന്റെ വളർച്ച അറിഞ്ഞില്ല. അതും കൂടെ പ്രിപ്പയറായി മാറി മാറി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വയ്യാതെ ഇരിക്കുന്ന ഒരു രോഗിയെ കുറിച്ചാണ്. ഒരു രോഗി ഈ സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് പിന്നെ ഈ ദൈവത്തിന്റെ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ഇത്രയും എടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോ അയാള് മരിച്ചു പോയെങ്കിലോ? ഇല്ല, പക്ഷെ ആ വ്യക്തി ആ ദൈവത്തെ തിരിച്ചറിയുമ്പോ തന്നെ ആ ഒരു കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ വേറെ എല്ലാം കളഞ്ഞും കൊണ്ട് ഉള്ളുകൊണ്ട് ഒരു വിളി ആ ദൈവത്തിലേക്ക് വന്നിരിക്കും, വന്ന് പോയിരിക്കും. വന്ന അയാളുടെ ആയുസ് നീളുവോ? വന്ന നീളും. കാരണം എത്രയോ പേർക്ക് ഡോക്ടർമാര് ഒരാഴ്ച ഒരു മാസം എന്നൊക്കെ എഴുത്തള്ളിയ കേസുകൾ എത്രയോ നാളെ നീണ്ടു പോകുന്നുണ്ട്. അത് ആ ഓപ്ഷൻ പറഞ്ഞതാണ്. കൂടുതൽ പിടിച്ചു കയറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് നീണ്ടു വരണം. പക്ഷെ അങ്ങനെ വരുമ്പോ ഇവൻ വീണ്ടും പഴയതിലേക്ക് പോകും. ഇപ്പൊ ഒരു ആശ്വാസം കിട്ടി, ഇപ്പൊ ഡോക്ടർമാർ ചികിത്സിച്ചു നോക്കിയപ്പോ കുറച്ച് വ്യത്യാസം വന്നു. അപ്പൊ ഇവൻ അന്ന് ശക്തമായി ഉള്ളിൽ തട്ടിയ കരഞ്ഞു വിളിച്ച വിളിയും ഇതൊക്കെ അതൊക്കെ വിട്ടുപോകും. പിന്നെ വീട്ടുകാർ വന്നിട്ട് പക്ഷെ അവിടെ നമുക്ക് നേർച്ചയുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോ യവൻ അവരെ തൃപ്തിപ്പെടുത്താൻ പോകും. യവൻ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഇവര് വ്യത്യാസം വന്നത്. ഇത് യവൻ മറന്നുകളയും. ഇനി അവർ ബന്ധുക്കളെയും വീട്ടുകാരെയും ആശ്വസിപ്പിക്കണ്ടേ? അപ്പൊ അവര് പറഞ്ഞ അനുസരിച്ച് അവര് പറയുന്ന നേർച്ചകള്, അവര് പറയുന്ന ശക്തികളുടെ ഒക്കെ പുറകെ പിന്നെ ഇവൻ അവരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോ ഈ കണക്ഷൻ തന്നെ വിട്ടങ്ങ് പോകും. അപ്പൊ ഇറങ്ങിപ്പോയ നെഗറ്റീവ് ശക്തികൾ തിരിച്ചു കയറും. കാരണം യവൻ ആ കട്ടിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ മരണ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശക്തമായി വിളിച്ചതിന്റെ വെളിയിപ്പുറത്താണ് കണക്ഷൻ പറഞ്ഞത്. അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ പെട്ടെന്ന് വിട്ടങ്ങ് മാറി. കാരണം ഇവൻ ഈ ദൈവമായിട്ട് ബന്ധം വന്നു. ഇത് ചുറ്റുമുണ്ട്, യവനെ വിട്ട് മാറിയെന്നേ ഉള്ളൂ. ഇത് അന്തരീക്ഷത്തില് മറ്റു ഡയമെൻഷനിൽ ഇപ്പോഴും അവർ നിൽപ്പുണ്ട്. പക്ഷെ ഇവന്റെ മനസ്സ് പിന്നെയും ആ തീഷ്ണതയിൽ നിന്ന് പുറകോട്ട് വരുമ്പോ ഈ ഇറങ്ങിപ്പോയ സാധനങ്ങൾ തിരിച്ച് കയറുമ്പോഴാണ്
ഇവന്റെ അവസ്ഥ പിന്നെയും പഴയതുപോലെയാകും. ഉം. അതാണ് തെറ്റിപ്പോണം. പക്ഷെ ആ രോഗിക്ക് ഇങ്ങനെയാണെന്നുള്ള അവസ്ഥ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഗുരുക്കന്മാരൊക്കെ ഉള്ളത്. അവരത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഗുരുവിനെ അറിഞ്ഞാൽ പോലും യവൻ ആ വ്യക്തി ആ ഗുരുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കൂല. ഈ ഒരു കാര്യം കേട്ട ഉടനെ ഒരു തീഷ്ണത വന്നു. പിന്നെ അതൊക്കെ തണുത്തു പോയി. അതൊക്കെ തണുക്കുമ്പോ അവസ്ഥ പഴയതുപോലെ. അപ്പൊ ഇവൻ വിചാരിക്കും ഈ പുള്ളി പറയും പോലെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഫലമൊന്നുമില്ല. പക്ഷെ ഈ പ്രാർത്ഥിച്ച സമയത്ത് ഈ ഫലം വന്ന കാര്യം ഈ വ്യക്തി മറന്നുപോകും. ഫലം വന്നിരിക്കും, ആർക്കും മാറ്റമൊന്നുമില്ല. പക്ഷെ പിന്നീട് അവന്റെ സ്വഭാവം പുറകോട്ട് മാറിയെന്നും അവന്റെ ആ വിശ്വാസത്തിന്റെ ആ റേഞ്ച് കുറഞ്ഞെന്നും ഈ വ്യക്തി തിരിച്ചറിയണില്ല. അത് തിരിച്ചറിഞ്ഞ് പോയിരുന്നെങ്കിൽ ബാക്കി ഓക്കെ വരുമായിരുന്നു. കാര്യം അകമേ ഉണ്ടായി വന്ന രോഗം, ഏതോ ശക്തികൾ അവന്റെ അകമേ രോഗം ഉണ്ടാക്കി. ഈ അകമയെ തന്നെ മാറ്റിത്തരാനുള്ള കഴിവും ആ അടുത്ത പോസിറ്റീവ് ശക്തികൾക്ക് പറ്റും. പക്ഷെ ഈ വ്യക്തി നിന്നുകൊടുക്കാത്തത് കൊണ്ടും വ്യക്തിയുടെ മൈൻഡ് മാറിയത് കൊണ്ടുമാണ് ഈ പ്രശ്നം അവിടെ പറ്റുന്നത്. നമ്മള് ആദ്യം പറഞ്ഞ ആള് മെഡിക്കലിലോട്ട് പോകുമ്പോഴത്തേക്കും അധികം ഒന്നും കാര്യമായിട്ട് പോകാതെ തന്നെ സുഖം പ്രാപിച്ചു. ഒന്നുകൂടെ നല്ല ഓളിച്ച് പറയാം. നമ്മള് ആദ്യം പറഞ്ഞ വ്യക്തി ഇത് രണ്ടാമത് പല അമ്പലങ്ങളിലും പോയി ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു നിരീശ്വരവാദിയായിട്ട് ഇരിക്കുന്ന ഒരാള് ചെറിയൊരു ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്കും അയാളുടെ അസുഖങ്ങളൊക്കെ മാറി. അപ്പൊ അസുഖങ്ങൾ മാറിയുമ്പോ ഈ വ്യക്തി പിന്നെയും ആ ട്രീറ്റ്മെന്റ് ഇതുവഴിയായിട്ടാണ് എനിക്ക് സൗഖ്യം കിട്ടിയത് എന്നും പറഞ്ഞ് ആ സയൻസിൽ തന്നെ അല്ലേ നിൽക്കുകയുള്ളൂ. ദൈവവിശ്വാസം വരുന്നില്ലല്ലോ. ദൈവവിശ്വാസം ആ ജന്മത്തിൽ അയക്കാൻ നിർബന്ധമൊന്നുമില്ല. കാരണം പല ജന്മങ്ങൾ ഇനി ഭൂമിയിൽ വരുമല്ലോ. അപ്പൊ പല ജന്മത്തിലൂടെ ദൈവവിശ്വാസവും ദൈവം വന്നാ മതി. പക്ഷെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ് വരുന്നത്. ഈ ഭക്തി ഒരു വിഷയം, അത് ആത്മീയത്തിൽ ഒരു വളർന്നു വരുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഭക്തിയും സൃഷ്ടാവ് ദൈവവും ഇതിന്റെ പിന്നിൽ ഇതൊക്കെയാണെന്നുള്ള സത്യങ്ങൾ പിന്നീട് അറിഞ്ഞു വരണത്. ഇപ്പൊ ഒരു വ്യക്തിയെ ഭൂമിയിൽ മനുഷ്യനായി വെച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ പഠിച്ച കുറെ ശരീര തെറ്റുകളുണ്ട്. ഇപ്പൊ മൃഗമായിരുന്നാലും മക്കളില്ലേ, മൃഗങ്ങൾക്ക് മക്കളില്ലേ, ഭാര്യയെ ഭർത്താവായിട്ട് ജീവിക്കുമല്ലോ, കുട്ടികളെ പാലൂട്ടി വളർത്തും, മക്കളെ വളർത്തും, അവരെ ഇതൊക്കെ മറ്റ് മൃഗങ്ങളിലൂടെയൊക്കെ പഠിച്ച ചില തിയറികളുണ്ട്. സ്നേഹം, കരുണ, പ്രൊട്ടക്ഷൻ, നീതി, ന്യായം, ഇതൊക്കെ മൃഗങ്ങളിലൂടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഈ മനുഷ്യൻ ആദ്യം ഭൂമിയിൽ ജീവിച്ച് കാണിക്കുക. അത് കഴിഞ്ഞ് പിന്നത്തെ ജന്മത്തിൽ മതി മറ്റു ഡയമെൻഷൻസ്, അദൃശ്യ ശക്തികളാണ് ഇതെല്ലാം ചെയ്യണത്. ദൈവം എന്നുള്ള ഒറ്റ അതൊക്കെ പതുക്കെ പഠിച്ചാൽ പോരെ. ഈ മൃഗങ്ങളിലൂടെയൊക്കെ പഠിച്ച പഠിച്ച തിയറികളുണ്ടല്ലോ, ഇതുവരെ തെറ്റിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഭൂമിയിൽ തുടങ്ങുന്നത്. ഇവിടെ ഈ കർമ്മഫലം എന്ന് പറഞ്ഞ പല അനുഭവിക്കേണ്ടി വരുന്നതെല്ലാം ഇതാണ്. പിന്നെ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന ചില ജന്മങ്ങളിൽ എത്തുമ്പോൾ ദൈവത്തെക്കുറിച്ചൊക്കെ തിരിച്ചറിയും. ദൈവം എന്താണെന്നും നെഗറ്റീവ് എന്ത് പോസിറ്റീവ് എന്നൊക്കെ തിരിച്ചറിയും. അറിഞ്ഞിട്ട് പിന്നെ തള്ളിക്കളഞ്ഞും കൊണ്ട് തെറ്റ് ചെയ്യണതിന്റെ കർമ്മഫലമാണ് അടുത്ത ജന്മത്തിലൊക്കെ പിന്നെ വരണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി ഹൈ ഡയമെൻഷനിൽ നിന്നുള്ള നെഗറ്റീവ്സ് ആണ് ശല്യം ചെയ്യാൻ വരുന്നത് പറയുന്നത്. ഭക്തന് വരുന്ന സമയം ഒരു ഭക്തന് അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ കർമ്മഫലം തീർക്കാൻ വരുന്നത് വലിയ ഡയമെൻഷനിലുള്ള നെഗറ്റീവ് ശക്തികളാണ്. അതാണ് ഇറങ്ങിപ്പോവാനും അധികം ജയിക്കാനാണ് ഇത്തിരി പാട്. അത് ഏറ്റവും മുകളിലുള്ള ദൈവമായിട്ടൊരു കണക്ഷൻ വന്നാലേ നമുക്കത് മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ അടുത്ത ജന്മം എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ അടുത്ത ജന്മമായിട്ട് അപ്പൊ എത്ര ജന്മം? ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാണ് ഈ കാലത്തേക്ക് എത്തണം. ഈ കാലത്തില് എത്തിയ മനുഷ്യൻ ഇപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജന്മങ്ങളില്ല ഇനി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് ഇനി അവരുടെ അപ്പോഴപ്പോ കണ്ടീഷൻ വെച്ച് എത്ര വളർന്നു അതനുസരിച്ച് ഓരോ ഡയമെൻഷനിലോട്ട് ഈ ആത്മാക്കളെയും വിട്ടുകൊടുക്കും. ഇപ്പൊ ഇനി അങ്ങനെയാണ്. കാരണം ഇനി ഈ ജന്മങ്ങളിട്ട് പഠിച്ചവരെ തന്നെ പഠിപ്പിച്ചിരിക്കാനുള്ള കാലഘട്ടം ഇല്ല. അത് പല കാലഘട്ടത്തിലൂടെ ഇത് കഴിഞ്ഞു. ഇത് അവസാന കാലഘട്ടവും. എന്തൊക്കെ പഠിച്ചു, എത്ര പേര് ആ പൂർണ്ണ ലെവലിലേക്ക് എത്താൻ റെഡിയായി, അവരെ ബാക്കിയും കൂടെ പഠിപ്പിച്ച് ആ പൂർണ്ണ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാത്തവരെ തൊട്ട് താഴത്തെ ലെവലിലേക്ക് കൊണ്ടുപോകും. അല്ലാത്തവരെ തൊട്ട് താഴെ പിന്നെ തലതിരിഞ്ഞ് നിൽക്കുന്നവരെ നെഗറ്റീവ് മേഖലയിലേക്കും നരകം എന്നൊക്കെ പറയുന്ന മറ്റു ഡയമെൻഷനിലേക്കൊക്കെ ഇനി ആത്മാക്കളെ തള്ളിക്കളയും. എന്നിട്ട് ഈ നല്ല വിത്തുകൾ, അതായത് ഏറ്റവും പെർഫെക്റ്റായി നിൽക്കുന്ന ഒരു കൂട്ടരെ വെച്ചിട്ട് ഇനി അടുത്ത കാലഘട്ടം തുടങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നമുക്ക് എവിടെ വായിക്കാൻ കിട്ടും? എന്നുള്ള വെച്ചാൽ ഈ പ്രോസസ് ഇപ്പൊ എന്നിലൂടെയാണ് ദൈവം ഇപ്പൊ ഇനി ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഈ ജന്മങ്ങളൊക്കെ കഴിഞ്ഞെന്നും തീർന്നെന്നും, അത് ഇനി ദൈവം ഈ കാലഘട്ടത്തിലുള്ള പല ഗുരുക്കന്മാർക്കും ഈ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ജന്മങ്ങളെ കുറിച്ചും ഇങ്ങനെയാണ് കാലഘട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരേപോലെ തന്നെ ഈ പ്രക്രിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാലചക്രം എന്ന് പറയുന്ന സാധനം ഇതാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കും.
കാലചക്രം കറങ്ങുന്ന വെച്ചാൽ നമ്മൾ അതേപോലെ ഇനി അടുത്തോളം വരുന്നല്ല. ഈ പ്രോസസ്സാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്ര യുഗം ലാസ്റ്റ് വരുന്നു, ഒരു അന്തിമ യുഗം, പിന്നെ ഒരു സത്യയുഗം പിന്നെ വന്നേന്ന് ഇങ്ങനെ വരും. അപ്പൊ ആത്മാക്കളെ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി, മാവ് കുഴയ്ക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, അങ്ങനെ ആക്കുന്നു, യന്ത്രങ്ങളിലൂടെ വന്ന് ലാസ്റ്റ് പാക്കറ്റായി പോകുന്നു. മറുസൈഡിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ഇതേപോലെ പുതിയ മാവുകൾ കുഴച്ച് വരുന്നു, പാക്കറ്റ് ആക്കുന്നു, ബിസ്ക്കറ്റ് ആക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. അല്ലാതെ ഈ അവസാനം ഇറങ്ങി വന്ന ബിസ്ക്കറ്റ് അല്ല, പിന്നെ ഒന്നേന്ന് അടുത്ത ബിസ്ക്കറ്റായി വരുന്നത്. പ്രോസസ് ആണ് പ്രോസസ് എന്നുള്ളത്. ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. റെഡിയായി വരുന്ന ബിസ്ക്കറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി ബിസ്ക്കറ്റ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ എടുക്കും, സെക്കൻഡ് ക്വാളിറ്റി ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ നമുക്ക് തിന്നാൻ എടുക്കും. മനസ്സിലായോ? ഈ പ്രോസസ് ഇങ്ങനെ മിഷനിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ കാലചക്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. റെഡിയായി വരുന്ന ആത്മാക്കളെ ആ പൂർണ്ണ മോക്ഷത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളതിനെ അങ്ങോട്ട് മാറ്റും, ബാക്കിയുള്ള ഇങ്ങോട്ട് മാറ്റും. ഇതിനോടകം പുതിയ ആത്മാക്കളെ ഒന്നേന്ന് അവിടെ പഠിപ്പീര് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ചേട്ടൻ പറയണ പോലെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ, അതിനെ അതിജീവിക്കാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പൊ ഈ ഡൈമെൻഷനിലെ കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് അറിയണ്ട, ഇതൊക്കെ വലിയ തിയറികളാണ്. സാധാ ജീവിതം നല്ലപോലെ ജീവിച്ചങ്ങ് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എന്ത് പറയും? മതി, അതങ്ങനെ ജീവിച്ചാൽ മതി. ഈ വലിയ ഡയമെൻഷനോ ഇതിന്റെ അറിയേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത്യാവശ്യം ദൈവമുണ്ട്, ഒരു ഭക്തി മതി. നേരും നെറിയുള്ള ജീവിതം, സത്യസന്ധമായ ജീവിതം എങ്ങനെ അത് മനസ്സിലാക്കി അങ്ങനെ അങ്ങ് ജീവിക്കുക. അവനെ ഏൽപ്പിച്ച ജോലി, അവന്റെ കർമ്മം ഭംഗിയും വൃത്തിയായി സത്യസന്ധമായും അങ്ങ് ചെയ്യുക. ഇത് മതി അവന് ശരിക്കും ദൈവത്തിന്റെ പോസിറ്റീവിലായിട്ട് നല്ലൊരു മോക്ഷത്തിലേക്ക് അവന് പോകാൻ പറ്റും. ഇതിനപ്പുറത്തോട്ട് വലിയ ലെവലിലൊക്കെ ഇങ്ങനെ അറിഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കി പോകുന്നത് ഒരു ജ്ഞാനമാർഗമാണ്. അത് ഏറ്റവും ഹൈലോട്ട് പോകുന്ന മാർഗമാണ്. ഇതിന്റെ നിർബന്ധമൊന്നുമില്ല. ഈ അടിസ്ഥാന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് തന്നെ ജയിച്ചു പോയാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് പാസ്സാവും. നമുക്കിപ്പോ ഒന്നുകിൽ ഫസ്റ്റ് റാങ്ക് ലെവലിൽ എല്ലാം പഠിച്ച് പാസ്സായി പോവാം. എല്ലാ വിഷയത്തിനും മാന്യമായ മാർക്ക് വാങ്ങിച്ചും പാസ്സായി പോവാം. ഇത് രണ്ടും 10ാം ക്ലാസ് പാസ്സായി, SSLC പാസ്സായി. ഇത് 2-3 വിഷയത്തിന് ഹൈ മാർക്ക്, 2 വിഷയത്തിന് തോറ്റെങ്കിൽ ഈ ഹൈ മാർക്ക് കിട്ടിയിട്ടൊരു ഉപയോഗമുണ്ട്. അവൻ തോറ്റു. അതേപോലെ എല്ലാ മേഖലയിലും ആവശ്യത്തിന് പഠിച്ച് ആ പഠിച്ച കാര്യം പെർഫെക്റ്റ് ആയിട്ട് എഴുതി പോയാൽ അവൻ പാസ്ഡാണ്, അവന് മോക്ഷം കിട്ടും. അല്ലെങ്കിൽ എല്ലാ മേഖലയും അത്ര പെർഫെക്റ്റ് ആയിട്ട് അത്രയും മനസ്സിലാക്കി പോണം. ഇതിപ്പോ പറ്റിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ അറിവുകൾ ഇങ്ങനെ ആൾക്കാർ സമ്പാദിച്ച് ചില മേഖലകളിൽ ഭയങ്കര അറിവ്, കർമ്മ മേഖലയോ മൊത്തം 0 ആയിരിക്കും. കുടുംബം തലയിരിഞ്ഞിരിക്കുകയായിരിക്കും, മക്കള് തലയിരിഞ്ഞു പോയി. ജോലിയുടെ കാര്യത്തിൽ അവിടെ വേലത്തിൽ ഉടായിപ്പോയി. അറിവിന്റെ കാര്യത്തിൽ ഭയങ്കര അറിവ്. അവൻ തോറ്റു. അവന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അവൻ നെഗറ്റീവിലൂടെ കളയാനേ അവനെ കൊള്ളാവൂ. ഇത്രയും അറിവ് കിട്ടിയിട്ടും ഇതുകൊണ്ട് നീ എന്ത് ചെയ്തു, നിനക്ക് ഭൂമിയിൽ ജീവിതം നിന്നപ്പോ ഇത്രയും അറിവ് കിട്ടിയ നീ എന്ത് ചെയ്തു എന്ന ചോദ്യം ചോദിച്ചിട്ട് ആ ആത്മാവിനെ തള്ളിക്കളയേ ഉള്ളൂ. അയ്യോ, ആത്മാവിന് പുനർജന്മൊന്നുമില്ലേ? ഇനിയില്ല എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് ജന്മങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ളതില്ല. കാരണം ഇത്രയും അറിവ് കിട്ടിയ ഒരു വ്യക്തി ഈ അറിവനുസരിച്ചാൽ ഒരു പല കാര്യങ്ങളും ഭൂമിയിൽ നേരെവണ്ണം ചെയ്യാതെ തോറ്റുപോയ ആത്മാവാണ്. അപ്പൊ അറിവ് അത്രയും കിട്ടി. ഈ പുനർജന്മം കൊടുക്കുന്നതേ ഈ അറിവുകൾ കൊടുക്കാനാണ്. കിട്ടിയ അറിവ് വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ നന്നായി ജീവിക്കുക, അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് അടുത്ത ജന്മത്തിൽ നന്നായി ജീവിക്കുക. ഇപ്പൊ ഈ ഇത്രയും വലിയ ലെവലിൽ അറിവ് കിട്ടിയിട്ടും അടിസ്ഥാനപരമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ഒന്നും ചെയ്യാതെ തോറ്റു കിടക്കുന്നവനെ അടുത്ത ജന്മം കൊടുത്ത് എന്തറിവ് കൊടുക്കാൻ? അല്ല, അടുത്ത ജന്മത്തിൽ ഈ പഠിച്ചതെല്ലാം ഒന്നോടെ പോയി നല്ലതായിട്ട് ജീവിച്ച് കാണിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ചെയ്യണില്ലല്ലോ. ചെയ്യാതല്ലേ ഇപ്പൊ ഈ അറിവ് പിന്നെ ഇതിനപ്പുറത്തോട്ട് ഡയമെൻഷൻസ്, മറ്റു തലങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പല ജന്മങ്ങളിൽ പഠിച്ച കാര്യത്തിന്റെ ശകലം ഉപയോഗിച്ചാൽ തന്നെ ഈ ജന്മത്തിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതിവിടെ പുടയും കിടക്കുകയല്ലേ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്ത് അതിശക്തമായ രീതിയിൽ അവന് കർമ്മഫലം എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കിടക്കണതിന്റെ കാരണമേ അവന് അറിവുണ്ട്. പക്ഷെ പല മേഖലകളും ഉഴപ്പിക്കിടക്കുകയാണ്. ഇതും ആദ്യം കണ്ടെത്തി റെഡിയാക്കണം. അത് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടുമല്ലോ. പിന്നെ ഇതിന് അടുത്ത ജന്മം. ഇപ്പൊ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർ അവര് മനസ്സിലാക്കണം, അവരുടെ പല മേഖലകളിൽ അറിവുണ്ട്, പല ഇതിലൂടെ അറിവ് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ആ ചെയ്യേണ്ട അടിസ്ഥാന പല കാര്യങ്ങളും മനസ്സിന്റെ തലത്തിലൊക്കെ തോറ്റുകിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം കഷ്ടം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.